ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസത്തെ ലീവിന് ശേഷം തിരിച്ച് കണ്ണേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലാണുള്ളത്. പതിവ് പോലെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം എയർ ഇന്ത്യ ഇപ്പോൾ 9 മണിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറഞ്ഞു ലേറ്റാണ്, ഏകദേശം ഒരു 10-10:45 ലേറ്റാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതപ്പോൾ ഞങ്ങളിതാ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കണ്ണേട്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന എടുക്കണമെന്നുണ്ട്. എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എടുക്കണം, കാരണം കുഞ്ഞാപ്പിനെയും വെച്ച് നടക്കില്ല. അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഒന്നുകൂടി എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത. അപ്പോൾ ഞങ്ങളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാറിൽ കയറ്റി ഞാൻ ഇറങ്ങാൻ പോവാണ്. അമ്മ വരുന്നില്ല. എന്താ വെച്ചാൽ അമ്മ പറഞ്ഞിരുന്നു, എന്തിനാ അവിടെ വന്ന് പുറത്ത് നിൽക്കാനല്ലേ പറ്റുള്ളൂ, ആ ഒരു വിഷമമായിരിക്കും, അതുകൊണ്ട് അമ്മ വരുന്നില്ലാന്ന്. അപ്പം ഞാനും ലിജീഷേട്ടനും അച്ഛനും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കാണാം. എന്തേറ്റാ നോക്കിക്കുന്നു? ഹായ്. ഉണ്ട്. ഞങ്ങളിതാ എയർപോർട്ട് എത്താനായിട്ട് ഇപ്പോൾ കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. ലിജിഷേടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ലഗേജ് ഇതാ കിടക്കുന്നു. അപ്പോൾ ഞങ്ങളെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇവിടെ വെയിറ്റിങ്ങിലാട്ടോ. ഞങ്ങൾ 10:40-നാണ്. കുഞ്ഞാപ്പി ഇവിടെ എല്ലാവരുടെ അടുത്തും പോയി കളിക്കുക. ഹലോ. അപ്പോൾ ഞങ്ങൾക്ക് ടൈം 9, ഞാൻ പറഞ്ഞില്ലേ ലേറ്റ്, 1.25 മണിക്കൂർ ലേറ്റാണ് ഫ്ലൈറ്റ്. അപ്പോൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഗേറ്റ് നമ്പർ 1 ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഗേറ്റ് നമ്പർ ചേഞ്ചായി, ഇപ്പോൾ 6. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിട്ടോ. 6 കുഞ്ഞാപ്പിതാ കൊടുക്ക് അങ്ങോട്ടേ മാറി. പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം എനിക്ക് തോന്നുന്നു 9:30 ആയിട്ടേ ഉള്ളൂ. ഇനിയും ടൈം ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. 10:45. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം കേട്ടോ. നോക്കൂ ഗൈസ്, എൻ്റെ മൈക്ക് വെച്ച് കളിക്കുന്ന പണി എൻ്റെ കുട്ടിക്ക്. കുഞ്ഞാപ്പിയ ഇങ്ങോട്ടോക്ക്. ഏടെ അങ്ങോട്ട് ചിന്തിരി ഏടെ ഇങ്ങോട്ടോക്ക്. കണ്ണ് തെറ്റിയാ പാഞ്ഞാളോ. ആരെങ്കിലും വയ്യാലോ. ഇപ്പോൾ ഒരാൾ പോകുന്നുണ്ട് ഷോലോയ്ക്ക് പോവുക. അതുപോലെ ചെറിയ ആൺകുട്ടികളെ കണ്ടാൽ, അതായത് ചേച്ചീൻ്റെ മോനെ ഉണ്ണീൻ്റെ പ്രായമുള്ളവരെ കണ്ടാൽ ഓല വയ്യാലും വേഗം പോകും. ആടുന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ നിഷ്കളങ്ക നിൽക്കുന്നു. ആനയെ വികൃതി. ഗൈസ്, ഞാനങ്ങനെ ഇവിടെ ഡൽഹി എത്തിയിട്ടോ. ശ്രീനഗറിൽ നിന്ന് ഇനി ശ്രീനഗറിലേക്ക്. എൻ്റെ മോളെ ഇവിടെ പോയി എൻ്റെ ചിടുങ്ങിൻ്റെ കളി കണ്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പം ഡൽഹിയാണുള്ളത്. ഫ്ലൈറ്റ് ലേറ്റാണ്. 3:45 ഫ്ലൈറ്റ്. കറക്റ്റ് 2 മണീൻ്റേതായിരുന്നു, പക്ഷേ ലേറ്റായി. ഇപ്പോൾ 3:45 വന്നപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗേറ്റ് 52 ആയിരുന്നു പറഞ്ഞത്. ഞാനിത് അവിടെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ ടൈം 2:45, 3 മണി ആവാനായി. വേഗം കഴിയും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കാലിയാണ്. പിന്നെ കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒന്നാമത് ചീഞ്ഞ കളി എൻ്റെ ചെറുതിന്, പിന്നെ കയറേണ്ട തിരക്കും ഇതുമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ
ശ്രീനഗർ എത്തിയിരിക്കണം. എൻ്റെ ലഗേജ് ആട്ടോ, ലഗേജ് അല്ല ഹാൻഡ് ബാഗ് 2 അപ്പോൾ അതാ ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഡൽഹിയിലെത്തിയിട്ട്. കാരണം തണുപ്പാണെങ്കിലോ എന്ന് വിചാരിച്ചു, പക്ഷേ ചൂടെടുക്കുന്നത് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി ശ്രീനഗർ എത്തിയിട്ട് ഞാനും കുഞ്ഞനും ചെയ്യും. കണ്ടോ അപ്പോൾ അതാ ഞങ്ങൾ ശ്രീനഗറിലേക്കുള്ളത് കയറി കേട്ടോ. ബോർഡിങ് ആയി. ഡൽഹിയിൽ നിന്ന് കയറി. ലേറ്റാണ്, ഒരുപാട് ലേറ്റാണ്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത്രയും ലേറ്റാണ് ഞങ്ങൾ. ഗൈസ് ഫ്ലൈറ്റ് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം ടൈം 4:20 കഴിഞ്ഞു. നല്ല ലേറ്റ് ആവും. ഇനിയിപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഒരു 5:45 6 മണി തന്നെ ഉറപ്പായിട്ട്. ഒരു 6 മണിക്ക് എന്തായാലും അവിടെ എത്തും. 6 മണി ശേഷം എന്നല്ലാണ്ട് അതിന് മുന്നേ എത്താൻ ചാൻസ് എടുത്തിട്ടില്ല ഗൈസ്. ഇപ്പോഴും ലേറ്റാണ്. ഗൈസ് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കുഞ്ഞാപ്പിൻ്റെ കോലം നോക്ക്, കണ്ടോ? ഇവിടെ തണുപ്പാണ്. ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, ഞാനും ചെയ്തു. ലഗേജിന് കാത്തിക്കാട്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിട്ടോ. അതാ കണ്ണേട്ടനാണ് അതും കൊണ്ട് പോകുന്നത്. ഞങ്ങളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. കണ്ടോ, ഇരുട്ട് തന്നെ കണ്ടില്ലേ ഗൈസ്. ഫൈനലി ഞങ്ങളെ ക്വാർട്ടേഴ്സിൽ തിരിച്ചിരിക്കുന്നു. കുഞ്ഞാപ്പി നോക്കി, അത്യാവശ്യം തണുപ്പ് എനിക്ക് എത്രയും തോന്നില്ല. ഞങ്ങൾ പോകുന്ന ടൈമുള്ള തണുപ്പല്ല, ഇപ്പം കുറച്ച് കുറവാണ്. തണുപ്പ് അത്രയൊന്നുമില്ല, തോന്നില്ല കേട്ടോ എനിക്ക്. എന്നാലും കുഞ്ഞനെ ഞാൻ ഡ്രസ്സ് ഇടിച്ച് പിന്നെ കണ്ണട ഞങ്ങൾ കൂട്ടാൻ വന്നതിനും കണ്ടല്ലോ. പിന്നെ കൂട്ടി ഇപ്പം തിരിച്ച് പോയിട്ടുണ്ട്. ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ ക്വാർട്ടേഴ്സ് കാണിച്ചത്. ഞങ്ങൾ കുറേ ആയിട്ട് ഇവിടെ അല്ലല്ലോ, അപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാക്കെ. ഇതാ വന്ന് എൻ്റെ ലഗേജസ് ആട്ടോ കാണുന്നൊക്കെ. ക്വാർട്ടേഴ്സിൻ്റെ ഉണ്ടോ, ഇവിടെ ഒന്നും ഒരു സാധനമില്ല. ഒരു സാധനമില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒഴിച്ച് ഇതൊക്കെ കാണിച്ചു തരാം. ഞങ്ങളെല്ലാ സാധനവും പെറുക്കി വെച്ചതാ. അത് ഈ കാണുന്നത് എടുത്ത് ബാഗിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വീണ്ടും സാധനം നിരത്തണം, പിന്നെയും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റേണ്ടി വരും. ഞങ്ങളെ അലമാരയിലൊന്നുമില്ല, കാലിയാണ്. പിന്നെ ക്വാർട്ടേഴ്സ് കണ്ണടം വന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതാട്ടോ, അല്ലെങ്കിൽ നല്ല പൊടിയും അതൊക്കെ അല്ലേ കുഞ്ഞനും ഉള്ളതുകൊണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. അടുത്തൊരു വീഡിയോ നോക്കൂ, വീണ്ടും കാണാം. അതുവരേക്കും ബായ്. പിന്നെ എല്ലാവരോടും ഗുഡ് നൈറ്റ്. ഓക്കെ.